ഗ്രീൻ പീസ് കറിയാണ്. ഗ്രീൻ പീസ് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉരുളൻകിഴങ്ങും ക്യാരറ്റും ടൊമാറ്റോയും ഉള്ളി ഇട്ട് വഴറ്റണം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ ഇടാൻ പോകുന്നത് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും. കുറച്ച് കറിവേപ്പില ഇടുന്നു. ഉള്ളി ഇട്ട് കൊടുക്കാം. സവാളയും പച്ചമുളക് കൂടെ ഇട്ട് ഒരു 4 പച്ചമുളക്. ഇതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളിയും കൊണ്ട് നല്ല ചുമന്ന നിറമാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ചെറിയ തീയിലിട്ടാൽ മതി. ഇപ്പം സവാള നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിൽ കുറച്ച് 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിന് മാത്രം മല്ലിപ്പൊടി ഇട്ടാൽ. കുറച്ച് ഗരം മസാല നമ്മൾ പൊടിച്ചതാണ്. കുറച്ച് ഗരം മസാല, കുറച്ച് ജീരക പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഒന്ന് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ ഒന്ന് മാറിയതിന് ശേഷം ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് വേവിച്ചതാണ്, എന്നാൽ കുറച്ച് ഉപ്പ് കിട്ടും. ഇനി അടുത്തതായി ഇടുന്നത് ക്യാരറ്റ്, വേവിച്ച് വെച്ചിരുന്ന ക്യാരറ്റും ഉരുളൻകിഴങ്ങും. വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങ് വറുത്തിടും. ഗ്രീൻ പീസ് വേവിച്ചതാണ്, കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്നതാണ്. ഒരു 5 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വയ്ക്കാം, വേവട്ടെ. വെന്തതിന് ശേഷം അടപ്പെടുത്ത് നോക്കാം. നമുക്ക് റെഡി ആയിട്ടുണ്ട് നോക്കാം. കൊള്ളാം, എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് എടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് അത് പിടിച്ചിട്ട് എടുക്കാം. ഇളക്കി റെഡിയായി വന്നിട്ട് ഒന്നുകൂടി എടുക്കാം. ഒന്ന് നോക്കട്ടെ, എല്ലാം റെഡി ആയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല പരുവത്തിനായിട്ടുണ്ട്. കുറുവിരിക്കുക. ഒന്നും ചെയ്യേണ്ട, എടുത്ത് വെച്ചിട്ട് കഴിക്കാം.